തരിക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചു. അപ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയുണ്ട് അതൊക്കെ കുറിച്ച് വയ്ക്കുക. ഇവിടുന്ന് വൈകുന്നേരത്ത് പോകുമ്പോൾ രാവിലെ വന്നതിനേക്കാൾ തെളിച്ചത്തോടു കൂടിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം, അറിവോട് കൂടിയിട്ട്, ജ്ഞാനത്തോടു കൂടിയിട്ട്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇനി ഇരിക്കുന്നുണ്ട്. മടിച്ചിരിക്കണ്ട, വേഗം വന്നിട്ട് പറയാം. എൻ്റെ പേര് സന്തോഷമാണ്. ഞാൻ കണ്ണൂരിൽ നിന്നു. ഞാൻ 2004 മുന്നേ ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഹിപ്നോട്ടിസ് എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടി. ഞാനത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിങ്ങനെ മനസ്സിൽ വന്നു. അത് അറിയണം എന്നുള്ള ചിന്തയിലേക്ക് പിന്നെ ഞാനത് അതാണ് മതിയാക്കി വെച്ച് 2004 ഞാൻ ഗൾഫിൽ പോയി തിരിച്ചു വന്നു. പിന്നെ എന്തോ ഒരു ജീവിതത്തിൽ എന്തോ ഒരു സംഭവം എനിക്ക് വേണമെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതാകുന്ന സമയത്താണ് ഞാൻ കണ്ണൂർ ഭാഷ ചെറിയ മനസ്സിലാവുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ആർട്ട് ഓഫ് ലിവിങ്, ശ്രീ ജയശങ്കർ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പിന്നെ കോഴ്സ് ചേർന്ന് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 വർഷം അതിൻ്റെ വേക്കത്തിൻ്റെ ആയിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം എൻ്റെ അത് കിട്ടിയിട്ടില്ല. പ്രാണായാമം ചെയ്യുന്നുണ്ട്, പ്രാണായാമം ചെയ്യണം, പിന്നെ ശ്വാസത്തെ ശ്രദ്ധിക്കുക, പിന്നെ ഇത് മെഡിറ്റേഷൻ ചെയ്യണം, ശ്വാസത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൽ ശ്രദ്ധിച്ചൊരു മണിക്കൂറുകളോളം ഇരുന്നിട്ടും ഒരു കാര്യമില്ല. ഇങ്ങനെ ഇരിക്കുമെന്ന് 2 സമയങ്ങളിൽ വേറെ ഒന്നും ഇരുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പ്രാണിക്ക് ഇറങ്ങി അതിലും പോയി. അതിലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല. സ്പീഡായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് റേക്കിലേക്ക് പോയി. റേക്കി പലയാൾ ചെയ്തായിരുന്നു. പക്ഷെ റേക്കിലൊക്കെ കുറച്ചൊരു ഒരു കിട്ടി, ഒരു എനർജി കിട്ടി വരെ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതിനോട് ഉപകാരമില്ല. പക്ഷെ വേറെ എനിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് സംഭവം എൻ്റെ ജീവിതത്തിലേക്ക് അത് പ്രവർത്തിക്കേണ്ടി വരുന്നില്ല. അത് ഒഴിവാക്കി പിന്നെ ഓഷോൻ്റെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് കോട്ടയത്ത് നടക്കുന്നത് ഒരാൾ പോയി. അത് കുറേ നോക്കി, അതിൻ്റെ അകത്ത് എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഒരു 1.5 ലക്ഷം 2 ലക്ഷം കാര്യത്തിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ആക്സസ് ബാർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലെല്ലാം ഉണ്ട് ആക്സസ്. അത് 32 എനർജി പോയിന്റിലേക്ക് അത് കുറേ നോക്കി. 24,000 അതിൻ്റെ ചാർജ്. പക്ഷെ അന്ന് വൈഫൈ ഞാനിങ്ങനെ പോയി വൈഫൈ ഉണ്ട് ആളുണ്ട്. അവർ ഇത് പൈസ ചിലപ്പോൾ വിടുക. പക്ഷെ ഞാനിങ്ങനെ എന്തിനോ കളവരപ്പെട്ട് മീറ്റിങ്ങിൻ്റെ അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ പോകും. അതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു 3rd ഐ മെഡിറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. ഹിമാലയ മഷ ആളെ പേരൊന്നും പറയുന്നില്ല. അത് നമ്മളൊരു വ്യക്തി നമുക്ക് അങ്ങനെ താഴ്ച കാണിക്കാൻ ഉദ്ദേശമില്ല. കണ്ണൂരിൽ നിന്ന് കേസുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൂടുതൽ ആ കേസ് ആദ്യത്തെ പ്രശ്നത്തിന് അത് ഒരാൾ ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കോഴിക്കോട് പിന്നെ കാഞ്ഞങ്ങാടും പോയിട്ട് ദീക്ഷയെടുത്ത്. പക്ഷേ ഇതിനകത്ത് ഒരു 3rd ഐയിൽ ചെറിയൊരു പോയിന്റ് ഒരു വൈബ്രേഷൻ കിട്ടി അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പണം ഇങ്ങനെ ഒരു കാരണമാണ് പോയിക്കൊടുക്കുന്നത്. ഒരു പിടുത്തരാത്ത അവസ്ഥയിൽ ഞാൻ ഗുരുവിനെ വിളിച്ച് ഒരു ഫോൺ പോലും എടുക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഒരാളില്ല. പിന്നെന്ത് ഗുരു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അത് ഞാൻ മതിയാക്കി. പിന്നെ ഒരു എക്സ്പെഡിഷൻ എന്നൊരു സംഭവമുണ്ട്. ഒരു മോസാൻ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അതും വലിയ പൈസൻ്റെ കേസാണ്. 50,000 റുപ്യയിലാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ ചേർന്നുകൊണ്ട് 15,000 റുപ്യ ആയിരുന്നു. അതിലും പോയി. പക്ഷെ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതലായി രൂക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നം വെച്ചാൽ പിടുത്തം കിട്ടാത്ത അവസ്ഥയായി. എല്ലാം മതിയാക്കി ശരി എങ്ങനെ ജീവൻ അങ്ങനെ പോയിക്കൊണ്ട് വെച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മുടെ ഗുരുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ വിളിച്ചത് നമുക്ക് ഇതൊന്നും നോക്കിയല്ലേ, ബുക്കല്ലേ 250 ബുക്കല്ലേ, ആ ബുക്കൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും അതിൽ കിട്ടും. ബുക്ക് വായിച്ചത് നോക്കുന്ന എനിക്ക്
എന്തോ ഇതിൻ്റെ അകത്ത് സംഭവം ഒളിഞ്ഞെടുക്കുന്ന ഒരു സംഭവം. ഞാൻ പണ്ട് ബുക്ക് 3 ദിവസം കൊണ്ട് ബുക്ക് വായിച്ച് തീർത്തില്ല. ബുക്ക് വായിച്ച് തീർത്ത് ഞാൻ ഗുരുവിനെ വിളിച്ച് നേരിട്ട് കാണുന്നത്, അവർ നേരിട്ട് കാണുന്ന ബുദ്ധിമുട്ടാണ്. അവർ എനിക്ക് നേരിട്ട് കാണാൻ പോകണം എന്നൊരു കാര്യം 5-ാം തീയതി പിന്നെ പാലക്കാടേക്ക് വന്നു. ഞാൻ ഒക്ടോബർ 5-ന് പാലക്കാടേക്ക് ഞാൻ വേറെ ആളുണ്ടായിരുന്നു, മലപ്പുറത്തുള്ളൊരു ട്രാഫിക്കിൻ്റെ ഞാൻ ഇന്നലെ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്നോട് ഗുരു അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, കുടുംബകാര്യങ്ങൾ, പിന്നെ സാമ്പത്തിക ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ ചോദിച്ചാൽ നിൻ്റെ ഇന്ന സംഭവമാണ് എനിക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ വെച്ച് ഞാനിത് ആ 5-ാം തീയതി മുതൽ 5-ാം തീയതിയാണ് ഗുരുവിനെ കാണുന്നത്. 6-ാം തീയതി മുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രാണായാമം പണ്ടേ അറിയുന്ന കാര്യമാണ്, ശരി ഇതില്ല ചെയ്യാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എൻ്റെ നാവ് ബെൻഡായിട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ പോയി. പേടിച്ച് ആകെ വേർത്ത് ഞാൻ പഠനം മതിയാക്കി. ഇതെന്താ സംഭവം, നാവ് ഫുൾ എങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഗുരുവിനെ വിളിച്ച് ഇത് ഇങ്ങനത്തെ ആള് ചൊല്ലേങ്കിലാ ഇതാണ് നിർത്തി പിന്നെ ആ പരിപാടിക്ക് ഭാര്യ നിൽക്കൂല. എന്ന് വെച്ചാൽ ഇത് എത്ര സംഭവം പറയുകയല്ലോ. അതിന് ഗുരുവിനെ വിളിച്ചു, അത് കേജരി സംഭവിച്ചെന്നറിഞ്ഞു. ഒന്നും ബേജാറാണ്ട, എന്നും പലതും സംഭവിക്കാണ്ട്. അങ്ങനെ കേജരി സംഭവിച്ച്, ശാംഭവി സംഭവിച്ച്, മൂലവതി, ഇങ്ങനെ പല പല സംഭവങ്ങൾ വെച്ച്. ഇപ്പം എനിക്ക് ശ്വാസം എന്താണെന്ന് ശരിക്കും മനസ്സിലായത് ഈ ഗുരുവിനെ കണ്ടെത്തിയതിനു ശേഷം. മറ്റു ശ്വാസം നിങ്ങൾ വലിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ ശ്വാസം നമ്മളെ ഉള്ളിന്ന് ആ ഒരു യാത്രയിലെ പ്രാണം അത് ശരിക്കും മനസ്സിലായത് ഈ 2004 മുതൽ ഈ 2022 വർഷം കാത്തിട്ട് ഇപ്പം കിട്ടുക. അത് ഗുരുവോട് പറഞ്ഞറിയിക്കാൻ പറ്റാതെ നന്ദിയുടെ അപ്പുറത്തൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഗുരുവോട് പറഞ്ഞ് ഞാനാണ് ഗുരുവിന് ശരിക്കും ഗുരു പറഞ്ഞ പോലെ ഇതിങ്ങനെ ഒതുക്കല്ല, നിങ്ങളൊരു ബുക്കിൽ ഒതുക്കല, നമുക്കിതുപോലെ കുറച്ച് ആളുകൾ, ഞാൻ കുറേ എൻ്റെ സുഹൃത്തുക്കളോട് പോലെ കുറച്ച് ആളുകളുണ്ട് ബുക്കിൽ വാങ്ങി വായിച്ചാൽ. ഇപ്പോൾ തന്നെ കുറച്ച് ആളുണ്ട് എൻ്റെ കൂടെ വന്ന ആൾ. പറഞ്ഞു ഞാൻ ഇവരോട് നിരന്തരം പറയും നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, അതെന്ന് വെച്ചാൽ ഇത് കുറേയൊക്കെ അറിയാനുണ്ട്, ബുക്ക് മാത്രം പോരാ. അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അതിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇനി ഒരുപാട് പറയാനുണ്ട്, പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഗുരു പറയുന്ന പോലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് മാറും. ഞാനിപ്പോൾ ഏതെല്ലോ ലെവലിൽ എത്തിയെന്ന് എനിക്കൊരു ഫീൽ എന്ന് വെച്ചാൽ എൻ്റെ എനർജി ഞാൻ മിഞ്ഞാന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നട്ടിൽ എൻ്റെ മുതൽ ഈ തലവര ഫുൾ തണുപ്പാണ്. ഒരു ഐസ് നമ്മളൊരു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വെച്ച് എടുത്തിട്ട് നമ്മൾ തലയിൽ വെച്ചാൽ ആ വെള്ളം പോകുന്നതില്ല, അതുപോലെ തണുപ്പാണ്. എന്നാലും പറഞ്ഞു ഞാൻ വിളിച്ചില്ല, പറഞ്ഞ പലതും സംഭവിക്കാണ്ട് ഒന്നും നോക്കണ്ട കാര്യങ്ങൾ ചെയ്തോണ്ട് ഇരിക്കുന്നു. അവിടെ ഗുരുവോട് ഒരിക്കലും ഒരുപാട് പറയാൻ ഞാൻ പറഞ്ഞതിന് കുറേ സമയങ്ങളുണ്ട്. അപ്പോൾ ഗുരുവോട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നന്ദി വരുന്നത്. അത് വേറെ കാര്യം പറയുന്നത്, എൻ്റെ വൈഫ് ഇതുപോലെ ഞാൻ തുര്യം ബുക്ക് വായിച്ചാണ് സമയത്ത് മക്കൾ സ്കൂളിൽ പോയി നമ്മൾ ഡ്യൂട്ടിക്ക് പോയി. ആ സമയത്ത് ഇത് വായിക്കാൻ തുടങ്ങി. ഇത് വായിക്കാൻ നോക്കിയിട്ട് ഇവളും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കുറേ 2-3 ഇതെല്ലാം കഴിഞ്ഞാണ്. എന്നോട് എനിക്ക് ഇത് ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പണ്ടേ സംഭവിച്ചിരുന്നു പറഞ്ഞു. ഞാൻ അരയ്ക്കുന്ന സംഭവം എൻ്റെ വീടിന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഡിസ്പെൻസറി. അവിടെ പോയിട്ട് കാണിച്ചിട്ട് ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ മരുന്നും കൊടുത്തിട്ട് ഒരു ഗ്യാസ് എന്നിട്ടാണ് എന്നോട് പറഞ്ഞത് ഇത് ഞാനിത് പണ്ടേ ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഇന്നലെ ഗുരുവൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നില്ല, എന്നാക്കി കയ്യിലെത്തി ആൾ. ഓരോ കാര്യം ഇത് ഞാൻ പണ്ടേ എനിക്ക് ഇത് പണ്ടേ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി പറഞ്ഞത് മഞ്ഞൊന്ന് കൈവത്തിച്ച ആളുകാട്ട് അതിൻ്റെ വൈഫ് ഷംന. അപ്പോൾ പിന്നെ ഇനി അനുഭവമുള്ള എല്ലാവരും ഇതുപോലെ വന്നിട്ട് പറയും. എല്ലാവർക്കും താങ്ക്സ്. വന്നോളൂ എല്ലാവരും ഓരോരുത്തരായിട്ട് വരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൈക്കിൽ പുറത്തോടുള്ള ആദ്യമായിട്ടാണ്. വളരെ സന്തോഷം. ഇത് തന്നെ ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷം. എൻ്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ പറ്റുക, ഒരു മനുഷ്യൻ്റെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വരിക എന്നൊക്കെ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും സംസാരിക്കാണ്ടും ഒരു വ്യക്തി നടന്നു വരുമ്പോൾ ഇവിടുന്ന് മുട്ടെടുക്കുകയോ അവരെന്നെയാണോ നോക്കണേ, എൻ്റെ സാരിയാണോ എൻ്റെ ഉടുപ്പാണോ നോക്കി ഇങ്ങനെ അപ്പാടെ ഒരു കൺഫ്യൂഷൻ, എനിക്കൊരു ജീവിതം, ഒരു ടെൻഷനാണ് എനിക്ക്.
അത്രയും ഒരു ഇതിൽ നിന്ന് ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു സന്തോഷം എന്താ വേണ്ടേ. അതുകൊണ്ട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ ഒരു അവസരം തന്ന സാറിനും ഗുരുവായൂരപ്പനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി അറിയിക്കാട്ടോ. ചെറിയൊരു വാക്കുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുടിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയം മാത്രമല്ല, എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. 1000 നന്ദി. ഞാനിപ്പോൾ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് അത്രയും സന്തോഷത്തോടെ സ്വീകരിച്ചതിന് 1000 നന്ദി പറയുകയാണ്. ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ, കൊച്ചു കാര്യങ്ങളെ പറയാനുള്ളൂ. ഞാൻ ചെറുപ്പം മുതലേ ഒരു 4 വയസ്സായ സമയം മുതൽ അപ്പൂപ്പൻ്റെ കൈയും പിടിച്ച് അടുത്തുള്ള ഒരു കൃഷ്ണക്ഷേത്രം ഉണ്ട്, അവിടെ പോയിട്ടാണ് കണ്ണനെ കാണുകയും കണ്ണനെ ഇഷ്ടപ്പെടുകയും. അപ്പോൾ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് എൻ്റെ കൂട്ടുകാരനെന്ന്. അപ്പം എൻ്റെ വിചാരം 4 വയസ്സുള്ള സമയത്ത് മുതൽ ഞാൻ കണ്ണനെ കാണുമ്പോൾ കണ്ണൻ എത്ര ചെറുതാ വലുതായി വരുന്നതോറും എൻ്റെ ഒപ്പം വളർന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടിരുന്നത്. അങ്ങനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നത്. പണ്ടും അപ്പൻ ഇങ്ങനെ കഥകൾ പറഞ്ഞു, കോലുകൾ വിദ്വാനായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. അപ്പം ഇങ്ങനെ കഥകളും പാട്ടുകളും ചന്ദ്രനെയും താരാഗണങ്ങളെയും ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഓരോ പാട്ടുകളൊക്കെ പാടിത്തരുമായിരുന്നു. പണ്ടുള്ള പഴകിലുള്ള പാട്ടൊക്കെ പാടിത്തരും. അപ്പം ഞാനിതൊക്കെ അങ്ങ് വിശ്വസിക്കുക. കാരണം ഈ ചന്ദ്രനെയും സൂര്യനെയൊക്കെ നോക്കി പാട്ട് പാടുമ്പോൾ അവരൊക്കെ ശരിക്കും നമ്മുടെ കൂടെയുള്ള ആരൊക്കെയാണെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അന്ന് ആ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അറിവുകളെല്ലാം ഇന്ന് എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. സത്യമാണല്ലോ അല്ലേ, നമ്മൾ എന്ത് വിചാരിച്ചാലും അതൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുന്നതായിട്ടും നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും നമ്മളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തോട്ടെല്ലാം ശരിയാണല്ലോ, ഇതൊക്കെ പണ്ട് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ഗുരുവായൂരപ്പൻ അന്ന് വർഷങ്ങൾക്ക് മുന്നേ പ്രണയിച്ച് സ്നേഹിച്ച് അലിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാവാം ഇന്ന് എനിക്ക് ഈ ഗുരുവായൂരമ്പലം നടയിലോട്ട് ചെന്ന് കയറുമ്പോൾ എൻ്റെ വീട്ടിലോട്ട്, അതായത് എൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ എനിക്ക് അവിടെ ഒരു പ്രശ്നം തോന്നാറില്ല. എന്നോട് പോലും എല്ലാവരും ചോദിക്കും എന്താ ശരി പോയിട്ട് തിരക്കുണ്ടായിരുന്നോ, ഭഗവാനെ കണ്ടോ? അതെന്താ ഞാൻ കണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോൾ പോയാലും ക്യൂ നിന്ന് ഭഗവാനെ കാണാറില്ല. ഭഗവാൻ എന്നൊരു രൂപത്തെ കണ്ട് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കണ്ടില്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സദാസമയം ഭഗവാനെ ഇങ്ങനെ സ്നേഹിച്ച് വിളിച്ച് കൂട്ടത്തിരുത്തി ഇപ്പോഴും അങ്ങ് സംസാരിച്ചിരിക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിട്ടും നമുക്കൊരു വിഷമം വരുമ്പോഴോ ഒരു ആവശ്യങ്ങൾ വരുമ്പോഴോ കണ്ണ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം ഉണ്ടാവുന്ന ഒരാളായിട്ടൊക്കെ ഞാൻ കാണുന്നതുകൊണ്ട് എനിക്ക് അവിടെ വലിയ കാര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ടായിരിക്കാം 4 വർഷമായിട്ട് എല്ലാ ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണനെ കാണാൻ വരാറുണ്ട് കേട്ടോ. മഴയായാലും കാറ്റായാലും വെയിലായാലും എന്തായാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഈ ഭഗവാന്റെ മണ്ണിലിരുന്ന് ഞാൻ ഉറങ്ങാറുള്ളൂ. അതുകൊണ്ടാകാം അത്രയും സന്തോഷമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും സങ്കടങ്ങളാകാം, ബുദ്ധിമുട്ടുകളാകാം, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകും. അത് തരണം ചെയ്യാനുള്ള ഒരു കരുത്തും അത് മനസ്സിലാക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായി. അതുകൊണ്ടാകട്ടെ അതൊരു ചെറിയൊരു അനുഭവം പറയാം കേട്ടോ. എൻ്റെ വർഷങ്ങൾക്ക് മുന്നേ, വർഷങ്ങളെന്ന് വെച്ചാൽ 10-12 വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ട്. ആ അനുഭവമാണ് എന്നെ കൂടുതലായിട്ട് ഭഗവാനോട്ട് അടുപ്പിച്ചത്. പൂർണ്ണത്രയീശൻ അമ്പലം എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ അമ്പലം. അന്ന് ഈ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സമയമാണ് കേട്ടോ. ആ സമയത്ത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാനൊന്നും ആവില്ല. ഞങ്ങളുടെ നാട്ടുപ്രദേശം ഗ്രാമപ്രദേശം ഇതൊന്നും വന്ന് കണ്ടിട്ടൊന്നുമില്ല. എറണാകുളം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അത്തച്ചമയ ഘോഷയാത്ര ഉണ്ട്, വരുന്നുണ്ടോ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്ന് ഈ സാരിയൊന്നും ഇല്ലേ, സാരി ഉടുപ്പൊന്നും അങ്ങനെ വാങ്ങിക്കാനുള്ള പൈസയൊന്നുമില്ല. കുറേ കാലം കൂടിയാണ് ഒരു സെറ്റ് സാരിയൊക്കെ വാങ്ങിച്ച് തരുന്നത്. അപ്പം അത്രയും സന്തോഷത്തോടെ സെറ്റ് സാരി കൊടുത്ത് പോകാലെന്നുള്ളൊരു മോഹത്തിൽ ഞാൻ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തയ്യാറാകുക. ഓരോ ദിവസം അടുക്കുന്നവരും എനിക്കങ്ങ് ഭയങ്കര സന്തോഷമാകുക. അത്തച്ചമയ ഘോഷയാത്ര ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അത്തച്ചമയ ഘോഷയാത്ര കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവാം. അങ്ങനെ പോയിട്ട് അമ്പലത്തിൻ്റെ സ്റ്റാച്ചു ജംഗ്ഷൻ്റെ സ്ഥലം വന്നപ്പോൾ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ ഇങ്ങനെ ഓട്ടോ എല്ലാം കൂട്ടി ഇങ്ങനെ സൈഡിലായിട്ട് ഒരു കല്ലിട്ടിട്ടുണ്ട്. ഘോഷയാത്ര കറങ്ങി വരാൻ ഒത്തിരി സമയം എടുക്കും. എല്ലാവരും അവിടെ ഇരുന്നപ്പോൾ നല്ല വെയിലുണ്ട്. ഞാനും അവിടെ ഇരുന്ന കല്ലുമേൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഞ്ചി പിടിച്ച ഒരച്ഛൻ, ഒരു പ്രായമായ ഒരു അച്ഛനാണ്, നടന്ന് അവിടെ നിന്ന് വന്നിട്ട് എന്തിങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, ഞാൻ ഇങ്ങോട്ട് മാറി കൊടുത്തു. അച്ഛൻ എൻ്റെ സൈഡിൽ ഇരുന്നു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്താ അച്ഛൻ്റെ ക്ഷീണം പോലെ ഒരു പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്താണെന്ന് അറിയില്ല, എനിക്ക് ശരീരം വിറക്കണം മോളെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ നിന്നവരൊക്കെ അങ്ങ് മാറി നിൽക്കണത്, അതായത് ഘോഷയാത്ര കാണാൻ ആ ഓരത്തെല്ലാവരും നിൽക്കുമോ, ഞാൻ മാത്രമേ അച്ഛൻ്റെ കൂടെ ഇരിക്കുമോ. അപ്പം അച്ഛൻ
എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വെപ്രാളം കയറുന്നുണ്ട് കേട്ടോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തിനു ചാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ചാരി അച്ഛൻ എന്നെ ഇങ്ങനെ ചാരി നിന്ന വഴി പെട്ടെന്ന് ഒമിറ്റ് ചെയ്യും. അപ്പം എങ്ങനെ ഇങ്ങനെ എന്നെ ഇങ്ങനെ മേലെ വഴി അങ്ങോട്ട് ഒമിറ്റ് ചെയ്യും. ഇങ്ങനെ പിടിച്ച് ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ എന്തോ വണ്ടി ചെയ്തു, എന്നെ ചേർത്തു. ഞാൻ ഇങ്ങനെ അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛൻ ഇങ്ങോട്ട് ഛർദ്ദിച്ചു, ആ നീര് മുഴുവൻ മൂത്രം ഒഴിച്ചു. ആകപ്പാടെ അങ്ങ് എനിക്കും അറിയത്തില്ല എന്താ അവിടെ നടക്കണമെന്ന് അറിയില്ല. എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഇത് എന്തേ കാണിക്കണം നീ, ആ സാരിയൊക്കെ പോയില്ല, എന്തേ കാണിക്കണം, അമ്മ വീട് അച്ഛനെ കൊണ്ടു. അപ്പം എന്നെ കുറേ ചീത്ത പറഞ്ഞു വരക്കാം. എന്നിട്ട് ഞാൻ വിട്ടില്ല. പിന്നെ അവിടുന്ന് പോലീസുകാർ വന്ന്, ആംബുലൻസ് വന്ന് അച്ഛനെ വണ്ടി കയറ്റി കൊണ്ടുപോയപ്പോൾ പോലീസുകാർ എന്നോട് ചോദിച്ചു, മോൾ ഇങ്ങോട്ട് കയറ്. ഞാൻ പറഞ്ഞു, ഞാൻ ആരുമല്ല, എനിക്കറിയില്ല ഈ അച്ഛനെ, ഈ അച്ഛനാരെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓടെ ആരുമല്ലേ? അപ്പം എനിക്കറിയില്ല, ഇവിടെ ഇരുന്ന് കണ്ടു, അല്ല അത്ര പരിചയം മാത്രമേ എനിക്കുള്ളൂ പറയാം. അപ്പം അച്ഛൻ ഉടനെ ചോദിച്ചു, ഫോൺ നമ്പരോ ബുക്കൊക്കെ തുറന്നു നോക്കി ആരെങ്കിലും ഉണ്ടോ, അറിയണവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഒരു ഫോൺ നമ്പർ കൊടുത്തു. ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് എടുത്തൂല. അങ്ങനെ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതായിരുന്നു എനിക്ക് അന്നുണ്ടായ ഒരു അനുഭവം. ഭഗവാൻ വരുന്നത് പല രൂപത്തിലായിരിക്കും, പല വ്യക്തികളിലൂടെ ആയിരിക്കും, പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും. നമ്മളെ മനസ്സിലാക്കാനും നമ്മളൊരു മനുഷ്യനോട് എങ്ങനെ കാരുണ്യമായിട്ട് പെരുമാറുന്നു എന്നൊരു പരീക്ഷണം പൂർണ്ണത്രേശ്വര അമ്പലത്തിന് മുമ്പ് വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവമായിട്ടാണ് ഞാനതങ്ങനെ കണ്ടത്. ഇവിടെ വരുന്ന ഈ നിമിഷത്തിലും ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ഭഗവാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു, കണ്ണ 100 പേരടങ്ങുന്ന ചടങ്ങാണ്, എനിക്ക് സംസാരിക്കണമെന്ന് വളരെ കൊതിയുണ്ട്, ഞാൻ എന്താ പറയണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടെ കഴിഞ്ഞ ആഴ്ച വന്നു കേട്ടോ. അപ്പം ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് ഒരു കുട്ടി എന്നോട് ഓടി വന്നിട്ട് ചോദിക്കും, കുറേ പേരിങ്ങനെ ചുറ്റും നിൽക്കുക. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി അങ്ങോട്ട് ഹരേ ഗോവിന്ദ നാരായണ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ചേച്ചി ഗുരുവായൂരപ്പനെ കണ്ടിട്ടാണോ വിളിക്കുന്നത്? പുറത്ത് നിന്നിട്ടാണ് ഞങ്ങൾ തൊഴുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടുമല്ലോ മോളെ. ചേച്ചി എങ്ങനെ കണ്ടു? ഞാൻ അവിടുത്തെ ഒരു ദീപം മാത്രമല്ലേ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു, അത് തന്നെയാ ഗുരുവായൂരപ്പൻ. എന്താണ് എഴുതി വെച്ചേക്കണെന്ന്? വാസുദേവ എന്നൊക്കെ എഴുതി വെച്ചേക്കണം. നിന്റെ ഉള്ളിലുള്ള ആ ഒരു ദീപം തന്നെയാണ് ആ ആവത്തും ഇരിക്കണത്. നീ അവിടെ ഒരു രൂപത്തെ കണ്ടതുകൊണ്ടല്ലേ കണ്ണനെ കാണാനത്. ആ ദീപം തന്നെയാണ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ഗുരുവായൂരപ്പൻ കണ്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അപ്പൊ നീ മനസ്സിൽ വിചാരിക്കണ ആളാണ് അവിടെ കാണണമെന്ന് നിന്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടല്ലേ കാണാൻ നീ എന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ആ അമ്പലനടയിൽ വെച്ച് ഒരു ഉത്തരം കൊടുത്തു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ബസ്സിലിരുന്നപ്പോൾ ഭഗവാനോട് ചോദിച്ചതാണല്ലോ, ഇത്രയും പേരുടെ കൂടെ നിൽക്കുമ്പം ഞാൻ എന്താ ചോദിക്കണ്ടേ? ഭഗവാനായിട്ട് ഒരാളെ കൊണ്ടുവന്ന് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ കാണുമോ? എന്നെ നീ കണ്ടോ? നീ എന്നെ എങ്ങനെ കാണും എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനവിടെ പതറാണ്ട് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇത്രയും പേരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇച്ചിരി കാര്യമായിട്ടും പറയാനായിട്ട് എനിക്കൊരവസരം എനിക്ക് ഭഗവാനായിട്ട് വന്നത്. ഈ ചെറിയ വാക്കായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇച്ചിരിയെങ്കിലും മനസ്സ് കുറിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും 1000 നന്ദി. എന്നെ കേട്ട എല്ലാവർക്കും 1000 നന്ദി. സാറിന് 1000 നന്ദി. ഡിറ്റോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങോട്ട് കൊടുക്കണം.